ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്. നിശ്ചയമായും അള്ളാഹിന്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാ? നമ്മളെല്ലാവരും ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പള്ളി സെക്രട്ടറിമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, എല്ലാവരും ഉണ്ടാവുമല്ലോ. എല്ലാവരും ഒന്ന് ചിന്തിക്കുക, എന്താ ആരൊക്കെയാണ്? മൻ ആമന ബില്ലാഹ്, ഒന്ന് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാകണം. വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസമുള്ളവരാകണം. വഅഖാമുസ്സലാഹ്, നിസ്കരിക്കണവരാകണം. സക്കാത്ത് കൊടുക്കുന്നവരാകണം. അതുപോലെ തന്നെ വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹനല്ലാതെ അവർ വേറൊരാളെയും പേടിക്കാൻ പാടില്ല. ഇത് പള്ളിന്റെ ഭാരവാഹികൾക്ക് കണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റീസ്. ഞാനിപ്പോ കുറച്ച് മുമ്പ് കേട്ടൊരു സംഭവം, പള്ളിന്റെ ഭാരവാഹിയാണ്. പള്ളിയിൽ എന്തോ ഒരു തർക്കവും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അയാളും സജീവമായിട്ട് വന്ന് അതിന് വർത്താനം പറയാനും അനാവശ്യം വിളിച്ചു പറയാനും ഒക്കെ അവിടെ ഗംഭീരായിട്ടുണ്ട്. ഉടനെ ഒരു 2 മിനിറ്റേ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ. പക്ഷെ ആ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അയാൾ അവിടെ നിന്ന് ഇറങ്ങി. അയാൾ ആ പള്ളിന്റെ കോമ്പൗണ്ട് കഴിയുമ്പോഴേക്കും ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തെന്നാ പള്ളിക്ക് ഒന്ന് നിസ്കരിച്ചു പോകണം തോന്നണ്ടേ? ഇതാണ് പള്ളി ഭരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. ഇന്നിപ്പോ കാണേണ്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊന്ന് എല്ലാവരും ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഈ പള്ളി ഉണ്ടാക്കാനും അതിന് ഭൂമി കൊടുക്കാനും അതിന് കഷ്ടപ്പെടാനും അധ്വാനിക്കാനും പൈസ കൊടുക്കാനും ഒക്കെ ഉണ്ടായ ആൾക്കാരൊക്കെ പുറത്ത്. പിന്നെ ആരാ പള്ളിന്റെ ആൾക്കാര്? പള്ളിന്റെ ആൾക്കാര് എല്ലാ അധർമ്മത്തിലുള്ള, ഞാൻ എല്ലാ പള്ളി കമ്മിറ്റി അങ്ങനെയെന്നല്ല പറയുന്നത്, പക്ഷെ പല പള്ളി കമ്മിറ്റികളിലും അങ്ങനെ ഉണ്ട്. എല്ലാ അധർമ്മത്തിലുള്ള ആൾക്കാർ, ആ ആളുകളുടെ കയ്യിലാണ് പള്ളിയുടെ ഭരണം. എന്നിട്ടോ അവർക്ക് എതിരായതൊന്നും പിന്നെ ആ പള്ളി പറയാൻ പാടില്ല. എന്തായിരിക്കും അവസ്ഥ? പിന്നെ എന്താ നാടിന്റെ അവസ്ഥ ഉണ്ടാകുക? നമ്മൾ ആലോചിച്ചു. ഇതൊന്നും ശരിയായ നിലപാടല്ല. പള്ളി എന്ന് പറയുന്നത് ഈ ആയത്ത് പറഞ്ഞ ഗുണഗണങ്ങളുള്ളവരെ പള്ളി ഭരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇടങ്ങേറ് പള്ളിയിലുണ്ടാവും. അതുകൊണ്ട് ഓരോ മഹല്ലുകാരും പ്രത്യേകം ശ്രദ്ധിക്കും. ഇതൊക്കെ ഇനി എല്ലാ മഹല്ലിലും നമ്മൾ പഠിപ്പിച്ച് എന്താണ് ഒരു മഹല്ലിന്നും പള്ളിന്നും വന്നത് കൈകാര്യം ചെയ്യേണ്ട രൂപം എന്താണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. എങ്കിലേ ഈ അധർമ്മത്തിന്റെ, ഈ ലിബറലിസത്തിന്റെ, ഈ യുക്തിവാദത്തിന്റെ, ഈ ലഹരിയുടെ, ഈ പ്രണയക്കെടുതിയുടെ, ഈ ലൈംഗിക വൈകൃതങ്ങളുടെ, ഈ ആഭാസങ്ങളുടെ, ഈ സാമ്പത്തിക അതിക്രമത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ നിന്ന് തടകെട്ടി നിർത്താൻ കഴിയുന്ന അണക്കെട്ടുകളാണ് ഓരോ പള്ളികൾ എന്ന് പറയുന്നത്. ആ അണക്കെട്ടുകൾ ഭേദിച്ചു കഴിഞ്ഞാൽ ഈ മലിനജലം നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അതിനെ തടഞ്ഞു നിർത്തുന്ന ഗോപുരങ്ങളാണ് പള്ളി മിനാരങ്ങൾ എന്ന് പറയുന്നത്. ആ പള്ളിയുടെ ഭരണം എന്ന് പറയുന്നത് ഇത്തരം അധർമ്മങ്ങൾ നമ്മുടെ മഹല്ലുകളിലേക്ക് വരാതിരിക്കുവാൻ അതിനെ തടഞ്ഞു നിർത്തുന്ന കരങ്ങളാണ് പള്ളിയുടെ ഭാരവാഹികൾ എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മൾ വരാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ മുൻഗാമികളോട് നമ്മൾ നീതി പാലിക്കുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള ഓരോ പള്ളികൾക്ക് പിന്നിലും, അതിന് ഏക്കർ കണക്കിന് ഭൂമി കൊടുത്ത ആളുകൾക്ക് പിന്നിൽ അവർ ലക്ഷ്യം വെച്ച ആ ലക്ഷ്യത്തിലേക്ക് ഈ പള്ളികളെ എത്തിക്കുവാൻ വ്യക്തിക്ക് ബാധ്യതയുണ്ട്, കുടുംബത്തിന് ബാധ്യതയുണ്ട്, ആ കുടുംബത്തിലെ ഉമ്മക്ക് ബാധ്യതയുണ്ട്, ഉപ്പക്ക് ബാധ്യതയുണ്ട്, ഓരോ മഹല്ലിലെ ഓരോ കുടുംബനാഥന്മാർക്കും ബാധ്യതയുണ്ട്, മഹല്ല് ഭാരവാഹികൾക്ക് ബാധ്യതയുണ്ട്. ഈ ബാധ്യതകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം.